നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം തെരഞ്ഞെടുപ്പിന് മുൻപേ പുറത്തിറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം വരുമെന്ന സൂചനകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇതോടുകൂടി ഇത് നിയമമായി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വന്നിരിക്കുന്നു. രാജ്യത്തെ നുഴഞ്ഞു കയറിയ വിദേശ തീവ്രവാദികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട 6 മതവിഭാഗങ്ങൾക്കാണ് രാജ്യത്ത് പൗരത്വം നൽകാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ഹിന്ദു, പാഴ്സി, ക്രിസ്ത്യൻ, സിഖ്, ജൈന മതക്കാരായിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ, അതായത് 2014 ഡിസംബർ മാസം 39 മുൻപ്, 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ കുടിയേറിയ ഈ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പൗരത്വം നൽകാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷവും രാജ്യത്തെ മുസ്ലിം മത സംഘടനകളും നടപ്പിലാക്കിയിരുന്നു. ഇതാരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കാനല്ലെന്ന് കേന്ദ്ര സർക്കാർ പലതവണ വ്യക്തമാക്കിയതാണ്. രാജ്യത്തെ പൗരന്മാരായി ഇവരെ പരിഗണിക്കുക. അതായത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ച അവിടെയുള്ള ആ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയുടെ പൗരന്മാരായി മാറ്റുക. അതാണ് ഈ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഈ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അപ്പൊ നമുക്കറിയാം, ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ ഹിന്ദുക്കളും ജൈനരും പാഴ്സികളുമായിട്ടുള്ള ആളുകൾ കൊടിയ ദുരിതമാണ് നേരിട്ടുന്നത്. അവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് ഒരു നീതിയും ലഭിക്കാതെ ഒടുവിൽ ജീവനും കൊണ്ട് അവിടെ നിന്ന് അഭയാർത്ഥികളായി പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് എത്തിയവരാണവർ. അവർക്ക് ഇന്ത്യയുടെ പൗരന്മാരാവാനുള്ള അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം CAA നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 2019 ഇത് പാർലമെന്റിൽ പാസ്സാക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് നിയമങ്ങൾ ഉണ്ടാക്കാനും ചട്ടക്കൂടുകൾ ഉണ്ടാക്കാനുമുള്ള കാലതാമസം ഉണ്ടായി. അതിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. എന്തായാലും മോദി സർക്കാർ പറഞ്ഞ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ നരേന്ദ്രമോദി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പായിരിക്കുന്നു. മറ്റൊന്നായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി കണ്ടിരിക്കുകയാണ്. ഇതാണ് മോദി സർക്കാരിനെ മറ്റ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും മറ്റ് ചില പ്രഖ്യാപനങ്ങൾ കൂടി, മറ്റു ചില വാഗ്ദാനങ്ങൾ കൂടി നരേന്ദ്രമോദി നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുക. അത് വലിയ ഒരു പ്രഖ്യാപനമാണ്. പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയ ശേഷം മാത്രമേ വിശ്രമിക്കാൻ കഴിയൂ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അത് മാത്രവുമല്ല, ജമ്മു കശ്മീരിലെ നിയമസഭ സംബന്ധിച്ച് പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുന്ന സമയം മുതൽ അവിടേക്ക് ആവശ്യമുള്ള നിയമസഭാ സീറ്റുകൾ വരെ സംവരണം ചെയ്തുകൊണ്ടാണ് നിയമം പാസ്സാക്കിയത്. അപ്പോൾ എത്രത്തോളം കരുതലോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 370 എന്ന ജമ്മു കശ്മീരിലെ കരിനിയമം, ആ കരിനിയമം എടുത്തു മാറ്റിയത് മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണെന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു. അതിനെ കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇക്കുറി BJPക്ക് മാത്രമായി 370 സീറ്റുകൾ വേണം. BJP മാത്രമായി ലക്ഷ്യമിടുന്നത് 370 സീറ്റുകളാണ്. NDA ലക്ഷ്യമിടുന്നത് 400 സീറ്റുകളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിനെ BJP ചെറുതായല്ല കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അനായാസമായ വിജയം BJPക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അത്തരമൊരു വിജയമല്ല BJP ആഗ്രഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് 3/2 ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വമ്പിച്ച വിജയമാണ്. ആ വമ്പിച്ച വിജയം ലഭിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ കഴിയൂ എന്ന് നരേന്ദ്രമോദി കൃത്യമായി അറിയാം.
അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടി നരേന്ദ്രമോദി സർക്കാർ പാലിച്ചിരിക്കുന്നു. രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായിരിക്കുന്നു. ഇതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. ചില സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കില്ല അല്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക പോർട്ടൽ തന്നെ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പോർട്ടൽ വഴി ആർക്കും രാജ്യത്ത് എവിടെ ഇരുന്നുകൊണ്ടും പൗരത്വത്തിനായി അപേക്ഷിക്കാം. അതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ രേഖകളോ ഹാജരാക്കേണ്ടതില്ല. 2014 മുമ്പാണ് രാജ്യത്തേക്ക് എത്തിയതെന്ന് തെളിയിക്കാനുള്ള ആ രേഖകൾ മാത്രം മതിയാകും. അത് സംബന്ധിച്ച് കൃത്യമായ നിബന്ധനകൾ പുറത്തിറങ്ങും. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിന്റെ തീരുമാനം. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ച പൗരത്വ ഭേദഗതി നിയമം തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, കേരളം പോലുള്ള സംസ്ഥാനത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ നുഴഞ്ഞു കയറി വന്ന് കഴിയുന്ന നിരവധി ആളുകളുണ്ട്. ഇവർക്കൊന്നും തന്നെ ഒരു രേഖകളുമില്ല. സാധാരണക്കാരന് ലഭിക്കേണ്ട റേഷനും മറ്റ് ആനുകൂല്യങ്ങളും ഇവർ അനുഭവിച്ചു വരികയാണ്. അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക, ഇവരുടെ ഐഡന്റിറ്റി കൃത്യമായി മനസ്സിലാക്കുക, ഇവർ ആരാണ് എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുക. ഇതാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ രാജ്യത്തെ കോൺഗ്രസും CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും തന്നെ മുഖവിലക്കെടുക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. CAA നിയമം നടപ്പിലാക്കുമെന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞ വാക്ക് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും നരേന്ദ്രമോദിയും പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണെന്ന് ഇന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി അദ്ദേഹം പറയുന്നത് രാജ്യത്തെ സ്ത്രീകളുടെ പിന്തുണ. മൂന്നാമത്തെ അംഗത്തിൽ BJP NDA വിജയിക്കുന്നതിന് പിന്നിൽ ഏറ്റവും വലിയ ചാലക ശക്തിയായി മാറുക രാജ്യത്തെ സ്ത്രീ വോട്ടർമാരായിരിക്കും. സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയായിരിക്കും ഇത്തവണ ചരിത്ര വിജയം നേടാൻ BJPയെ സഹായിക്കുക എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മൂന്നാം തവണയും സ്ത്രീ ശക്തിയുടെ ഉയർച്ചയിൽ പുതിയ അധ്യായം രചിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചത്. സ്ത്രീകളുടെ സ്ഥാനം ഉയർത്തുകയും അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാത്രമേ മുന്നേറാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. തന്റെ മൂന്നാം വട്ട ഭരണത്തിൽ സ്ത്രീ ശക്തിയുടെ ഉയർച്ചയിൽ പുതിയ അധ്യായം രചിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ NDAയുടെ വിജയം സുനിശ്ചിതമാണ്. അതിന് ഏറ്റവും വലിയ പ്രേരക ശക്തിയായി മാറുന്നത് രാജ്യത്തെ സ്ത്രീജനങ്ങളാണ്. സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി 8 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ മോദി സർക്കാർ ചെലവഴിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.